നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സാറിന്റെ ബന്ധത്തിൽ നിന്ന് ഒരു കൊച്ചിനെ കാണാതെ പോയെന്ന് പറഞ്ഞില്ലേ? ആ കുട്ടിയുടെ പടവും മറ്റോ തന്നാൽ ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. ശരത്തിനെ പോലെ ഒരാളെ ഇങ്ങനെ വളരാൻ വിട്ടുവിടല്ലോ. അവൻ വളർന്നു കഴിഞ്ഞു ആകാശത്തോളം. ഇനി കടയ്ക്കൽ വെട്ടിമുറിച്ച് താഴെയിടണം. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ലേ സാറേ, സാധിക്കില്ല. ശരത്തിന്റെ പിന്നിൽ ഒരു വലിയ ലോബിയുണ്ട്. അവരൊക്കെ കളത്തിന് പുറത്തിരുന്ന് കളിക്കുന്നവരെ സാറേ, അല്ലെങ്കിൽ കർട്ടന് പിന്നിൽ മറഞ്ഞിരിക്കുന്നവർ. ഞാൻ ഈ പണിയെല്ലാം ചെയ്ത് കിട്ടുന്ന കാശ് കൊണ്ട് എന്റെ മോൾക്ക് സ്വർണ്ണ പാദസരവും മാലയും വളയും ഒക്കെ വാങ്ങിക്കൊടുക്കുമായിരുന്നു. പക്ഷേ 3 വർഷം മുമ്പ് ഒരു സ്കൂട്ടർ അപകടത്തില് എന്റെ മോള് മരിച്ചുപോയി സാറേ. അപ്പോ എനിക്ക് മനസ്സിലായി, ഞാനും കൂടി ചേർന്ന് വീഴ്ത്തിയ പെൺകുട്ടികളുടെ കണ്ണീരിന്റെ ചാപമാണ് എന്റെ മകളുടെ ജീവൻ വന്ന് കൊത്തിയെടുത്ത് പോയതെന്ന്. ഇപ്പൊ ഒന്നുമില്ല, ആരുമില്ല, ഒറ്റയ്ക്ക് ഇങ്ങനെ കറങ്ങി നടക്കും. ഇപ്പൊ സാറിങ്ങനെ മുന്നോട്ട് വന്നതുകൊണ്ട് പറയാം, ചാവുമെന്ന പേടി എനിക്കില്ല. തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാ ശരത്തിനെതിരെ ഞാൻ മൂവ് ചെയ്യാം. ഇതുവരെ ചെയ്ത തെറ്റുകളുടെ ഒരു പ്രായശ്ചിത്തം ആയിക്കോട്ടെ. അപ്പോൾ ഈശ്വരൻ ഒരു ഈശ്വരനായി നമ്മുടെ അന്വേഷണ വഴിയിൽ വന്നതല്ല. കുറെ കാലം ശരത്തിന്റെ കൂടെ നടന്ന ഒരാൾ. അയാൾക്കറിയാവുന്ന കുറെ കാര്യങ്ങളുണ്ട്, സോഴ്സുകളുണ്ട്. പക്ഷേ നമ്മൾ കരുതുന്നതിനേക്കാളും വലിയൊരു ലോകമാണ് ശരത്തിൻ്റെത്. ശരത്താണോ അതിലെ പ്രധാനി, അതോ അതിനു മുകളിൽ വേറെ ആളുകളുണ്ടോ എന്നാണ് അറിയേണ്ടത്. വേറെ ആളുകളുണ്ടെന്ന ഈശ്വരന്റെ സംസാരത്തിൽ നിന്നും മനസ്സിലായത്. കേട്ടിട്ട് തന്നെ ഭയാവുക. എനിക്കും ദേവിക ഓർത്താണ് എനിക്ക് ആ പേടി. ഞാൻ അന്നേ പറഞ്ഞില്ലേ, ആ വീട്ടിലെ താമസം സേഫ് അല്ലെന്ന്. ഡോക്ടറിനോട് അന്ന് ഞാൻ പറഞ്ഞതാണല്ലോ, അച്ഛനെയും അമ്മയും വിട്ടിട്ട് എനിക്ക് അവിടുന്ന് മാറാനാവില്ലെന്ന്. ഉള്ളം കയ്യിൽ ഒരു സ്ഫോടക വസ്തു കൊണ്ടു നടക്കുന്ന പോലെയാ ശരത്തുമായിട്ടുള്ള ജീവിതം. നിത്യയെക്കുറിച്ച് ഓർക്കുമ്പോ സങ്കടം തോന്നുന്നു. ആ കുട്ടിക്ക് എന്താ ഒന്നും മനസ്സിലാവാത്തത്? മറ്റുള്ളവരോടുള്ള പകയും ദേഷ്യവും വാശിയും ശരത്തിനോടുള്ള സ്നേഹവും വിധേയത്വവുമാക്കി മാറ്റുന്നു, നമ്മളെയൊക്കെ തോൽപ്പിക്കാൻ വേണ്ടി. ഇനിയിപ്പോ സത്യം തിരിച്ചറിഞ്ഞാലും ശരത്ത് അവളെ വെറുതെ വിടില്ല. ഈ ഉടുമ്പ് പിടിച്ചതുപോലെ പിടിച്ചിരിക്കും അവൻ ഞങ്ങളുടെ കുടുംബത്തെ. സത്യത്തിൽ അവനെ തീർത്ത് കളയാ വേണ്ടത്. തീർക്കേണ്ടവരെ ഭൂമിക്ക് മേലെ വാഴിക്കരുത്, തീർക്കുക തന്നെ വേണം. പക്ഷേ നിത്യയുടെ ഭാവി, അതാണല്ലോ പ്രധാനം. ശരത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിത്യയെ ബോധ്യപ്പെടുത്താൻ നമുക്കാർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നിത്യയുടെ നോട്ടത്തിൽ നമ്മളെല്ലാവരും ശത്രുനിരയിലുള്ളവരാ. അതെ, ഞാൻ നിത്യയുടെ സൗഭാഗ്യം നിറഞ്ഞ ജീവിതത്തില് അസൂയ നിറഞ്ഞ ഏട്ടത്തി. അച്ഛനും അമ്മയും വരെ ശത്രുക്കൾ. അവൾ ആകെ വിശ്വസിക്കുന്നതും അനുസരിക്കുന്നതും മുത്തശ്ശിയെ മാത്രം, പിന്നെ ശരത്തിനെ. ഈശ്വരനെ കൊണ്ടുപോയി നിത്യയുടെ മുന്നിൽ നിർത്തിയാലോ? ഒരു കാര്യമില്ല സ്വാമി. അതിനെ കൗണ്ടർ ചെയ്യാൻ അവൻ 10 പേരെ ഇറക്കും. അക്കാര്യത്തിൽ സംശയമുണ്ടോ? സ്വന്തം അച്ഛനും അമ്മയ്ക്കും പകരക്കാരായി നാടകക്കാരെ കൊണ്ടുവന്നിട്ട് അതുപോലും പറഞ്ഞു ഫലിപ്പിച്ച് അഭിനയിച്ച് വീണ്ടും ആ വീട്ടിൽ നുഴഞ്ഞു കയറിയവനവൻ. അന്നേ നിത്യ അവനെ പുറത്താക്കിയിരുന്നെങ്കിൽ നമ്മുടെ പണി എത്രയോ കുറഞ്ഞേനെ. എന്തായാലും നമ്മൾ മുന്നോട്ട് തന്നെ പോവും. സത്യം പറഞ്ഞ ഡോക്ടർ 2 പെൺകുട്ടികളുടെ ജീവിതം രക്ഷിക്കാൻ പോകുന്നത്. ഒന്ന് പൊന്നുമണി, മറ്റൊന്ന് നിത്യ. എക്സാക്ട്ലി. രക്ഷിച്ചേ പറ്റൂ, ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിച്ചേ പറ്റൂ. സാറെന്താ അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞത്? എന്തെങ്കിലും ടെൻഷൻ? ടെൻഷനാണോ എന്ന് ചോദിച്ചാൽ ഒരു ടെൻഷൻ മാത്രമല്ല. ഈ സുധിയുടെ മരണം നമ്മുടെ ഹോസ്പിറ്റലിനെതിരെ ഒരായുധമാക്കി അവരുടെ വീട്ടിൽ നിന്നും സുധിയുടെ സിസ്റ്റർ, എന്താ കുട്ടിയുടെ പേര്? നിത്യ.
ആ നിത്യ, ആ കുട്ടിയെ മുന്നിൽ നിർത്തി ഒരു പ്ലാൻ തയ്യാറാകുന്നുണ്ടെന്ന് കേട്ടു. അതിന്റെ പിന്നിൽ കളിക്കുന്നതാരാണെന്ന് എനിക്കറിയില്ല. എന്തായാലും മറ്റ് ഹോസ്പിറ്റലുകാരും ഇതിനൊപ്പം ഉണ്ടാവും. ഒരു 10 ദിവസമെങ്കിലും നമ്മുടെ ഹോസ്പിറ്റൽ പൂട്ടിയിട്ടാൽ നമ്മളതോടെ തീരുമല്ലോ. നമ്മളിപ്പോ എന്താ സർ ചെയ്യേണ്ടത്? നമ്മുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലാത്ത സ്ഥിതിക്ക് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ നമ്മുടെ സമൂഹത്തെയും മീഡിയക്കാരെയും ബോധ്യപ്പെടുത്തിയെടുക്കാൻ കുറച്ച് സമയമെടുക്കും. അപ്പോഴേക്കും നമുക്ക് നഷ്ടപ്പെടാനുള്ളതൊക്കെ നഷ്ടപ്പെട്ടിരിക്കും. സർ, ഞാൻ സുധിയുടെ സിസ്റ്ററുമായി ഒന്ന് സംസാരിക്കട്ടെ? അത് വേണ്ട. നമ്മൾ നിലവിൽ ഇക്കാര്യം ആരോടൊന്നും സംസാരിക്കണം. ഞാൻ നമ്മുടെ ലീഗൽ ടീമുമായിട്ട് സംസാരിച്ചു വെച്ചിട്ടുണ്ട്. അനാവശ്യമായ ഒരു അക്വിസിഷൻ കൊണ്ടുവന്നാൽ അവർ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്ത് അവർക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്തത്ര വലിയൊരു എമൗണ്ട് ആവശ്യപ്പെട്ട് നമുക്ക് ഡീഫോമേഷൻ കേസ് കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ ഒരു സെന്റിമെന്റ്സും നമ്മൾ നോക്കില്ല. ദേവിക്ക് അത് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലല്ലോ. ദേവിക്ക് എന്ത് പ്രശ്നം? നഷ്ടപ്പെട്ടത് ദേവിയേക്കാ. ആ നഷ്ടത്തെ ലാഭമാക്കാൻ നോക്കുന്ന ചില ആൾക്കാർ അത് ദേവികയെ പറഞ്ഞ് മനസ്സിലാക്കാം. നമ്മുടെ സെക്യൂരിറ്റി വിങ്ങിനോട് പ്രത്യേകം പറയണം. നമ്മുടെ ഹോസ്പിറ്റലിന് മുമ്പിൽ ഫ്ലെക്സോ കൊടിയോ ബാനറോ ഒന്നും വെക്കാൻ സമ്മതിക്കരുതെന്ന്. അറിയാം സർ. വടിവെട്ടി അടിക്കേണ്ടടുത്ത് വടിവെട്ടി അടിക്കുക തന്നെ വേണം. കാരണം സാറ് പറഞ്ഞ പോലെ നമ്മുടെ കയ്യിൽ ആരുടെയും ചോരക്കറിയില്ല. രക്ഷിക്കാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ. ജീവനും ജീവിതവും ഓരോരുത്തർക്ക് കൊടുത്തിട്ടേ ഉള്ളൂ. ബാക്കി ഞാൻ നോക്കിക്കോളാം. സാറിന്റെ പിന്തുണ മാത്രം മതി. ഗ്രീൻ സിഗ്നലും വിസിലും വന്നു കഴിഞ്ഞു. സോ യു ടൈറ്റൻ യുവർ ബൂട്ട്സ് ആൻഡ് ഗോ അഹെഡ്. സർ. വേഗം പോവാ മുത്തശ്ശി. 11 മണിക്കാ പത്രസമ്മേളനം. ഞാൻ റെഡിയായി കഴിഞ്ഞു വച്ചേ. ഒരു വണ്ടി വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 10 മിനിറ്റ് ഉള്ളിൽ വരും. ഞങ്ങളൊക്കെ റെഡിയാ ശരത്തേട്ടാ. അല്ല ശരത്തേട്ടാ, ഇത് എവിടെ വെച്ചാ പത്രസമ്മേളനം? പ്രസ് ക്ലബിൽ വെച്ച്. എല്ലാ മെയിൻ സ്ട്രീം ചാനലുകാരും വരും. അല്ല, ടിവിയിലൊക്കെ എന്റെ പടവും വരും അല്ലേ ശരത് മോനെ? പിന്നെ അല്ലാതെ. മുത്തശ്ശി ഇങ്ങനെ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കാൻ പോവല്ലേ. സ്വന്തം ചെറുമകന്റെ മരണത്തിലെ ദുരൂഹത അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് ഒരു വയോധി. അല്ലല്ല, മുത്തശ്ശി. ഇത് വിലാസിനി അമ്മയുടെ പോരാട്ടം. പ്രായം തളർത്താത്ത പോരാട്ട വീര്യം. ഇങ്ങനെയൊക്കെയാവും ചാനൽ സ്ക്രോളിങ്. എന്താ ക്രോളിങ്ങോ? ക്രോളിംഗ് അല്ല മുത്തശ്ശി, സ്ക്രോളിംഗ്. നമ്മൾ ഈ വാർത്തയൊക്കെ കാണുമ്പോഴേ സ്ക്രീനിന്റെ അടി കൂടെ അക്ഷരമൊക്കെ ഇങ്ങനെ ഒഴുകി പോകുന്ന കണ്ടിട്ടില്ലേ? അതാണ്. ഇതോടെ മുത്തശ്ശി കയറി അങ്ങ് വൈറലാവും. അതെ, വൈറൽ വിലാസ്. മേടിക്കുന്നു എന്റെ.